ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗോ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തുവേണമെങ്കിലും പറയാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇന്ന് വൈകുന്നേരം എപ്പോഴേക്കും വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുക്കാൻ തുടങ്ങിയതാണ്. ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇപ്പോൾ ഏകദേശം സമയം 8 മണി ആവാറായിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുറേ കാലമായാലും ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ടച്ചൊക്കെ ആയിട്ട് പോയി കിടക്കുക. ഇപ്പം നമുക്കാണെങ്കിൽ ഈ കിടക്കുന്ന ആളെ കൊണ്ട് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് പോവാണ്. മുടി കെട്ടാണല്ലോ. എല്ലാം കൂടെ വാരി പറക്കിയിടാം. അപ്പോൾ ഗൈസ്, ആരും മേടിക്കണ്ട, ഇതൊരു സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. നിങ്ങൾക്ക് സ്റ്റഡി വ്ളോഗാണ് വേണ്ടത് എനിക്കറിയാം. അപ്പം ഓക്കെ, ഞാൻ ടുട്ടുവിനെ കൊണ്ട് പോട്ടെ. അപ്പോൾ സമയം ഞാൻ കാണിച്ചായിരുന്നല്ലോ, 8:30 ആകുമ്പോഴേക്കും അവിടെ അടയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ധൃതി പിടിച്ച് പോകുന്നത്. ഞാനാണെങ്കിൽ വീട്ടിലിട്ടുകൊണ്ടിരുന്ന ഒരു ടീഷർട്ടിൻ്റെ കൂടെ ഒരു ജീൻസ് എടുത്തിട്ടാണ് ഇറങ്ങി. പിന്നെ എന്തെങ്കിലും ടുട്ടുവിനെ കൊണ്ടാണ് പോകുന്നത്. അവൻ്റെ കാലോ കയ്യോ കാണാൻ ഡ്രസ്സിൽ തട്ടി കഴിഞ്ഞാൽ അതിനകത്ത് മണ്ണാവും. സോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെടപടയെന്ന് ഇറങ്ങി. ഇത് പെട്ടെന്ന് എടുത്തു തുടങ്ങിയ വീഡിയോ ആയതുകൊണ്ട് എന്താ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് എടുത്തു. അങ്ങനെ ഒരു വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരു വാക്സിനും കൂടെ എടുക്കാണ്ടെന്ന്. അങ്ങനെ മൊത്തത്തിൽ 2 വാക്സിനൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പോൾ എന്താ, എക്സാം ഒക്കെ വരികയല്ലേ, ഇനിയിപ്പോൾ അതൊക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഞാൻ ഇന്നാണെങ്കിൽ അല്ല ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ആ വിചാരം എപ്പോഴും ഉണ്ട്, പക്ഷെ ഒന്നും നടക്കില്ല, അതാണ് സത്യം. ഇപ്പൊ എന്തായാലും തൽക്കാലം മാത്സ് വെച്ചിരിക്കാന്നാണ് വിചാരിക്കുന്നത്. മാത്സിന്റെ ഇന്റഗ്രൽസ് ഉള്ള ചാപ്റ്റർ ഇടയ്ക്കാണ്ടാണ് ക്ലാസ് കണ്ടു തീർത്തത്. അതാണെങ്കിൽ എല്ലാ എക്സസൈസും ഒന്നും തുറന്നു പോലും നോക്കിയിട്ടില്ല. ആദ്യത്തെ എക്സസൈസ് ചെയ്തു, അത് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. പിന്നെ രണ്ടാമത്തെ ചെയ്യുമ്പോഴേക്കും അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഇന്റഗ്രൽസിന്റെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർമുലാസ് ഒക്കെ പഠിക്കുക, അതൊക്കെയാണ്. ബിക്കോസ് ഞാൻ തലേ ദിവസം ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ് കണ്ട് കൂടെ തന്നെ നോട്ട്സ് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കുറെ ഇക്വേഷൻസ്, ഫോർമുലാസ്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസോ എന്തൊക്കെയൊക്കെ എഴുതിയെടുത്തിട്ട് കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം നടക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ നന്നായിട്ട് തോന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു മൂഡ് വരുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മൂഡില്ല. മറ്റൊക്കെ ബോർഡ് എക്സാം ആയി കഴിഞ്ഞാൽ തലയും കുത്തി നിൽക്കുമായിരുന്നു. എനിക്ക് എൻ്റെ 10th ഓർമ്മ വരുന്നത്. 10th ബോർഡ് എക്സാം ആകുമ്പോഴേക്കും മോഡൽ എക്സാമിന് വേണ്ടി പഠിച്ച് മടുത്തിട്ട് ബോർഡ് എക്സാം ആയിട്ട് പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പം മോഡൽ എക്സാമിനും പഠിക്കത്തില്ല, അല്ലാത്ത എക്സാമിനും പഠിക്കത്തില്ല, ബോർഡ് എക്സാമിനും പഠിക്കത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഞാൻ പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന M&M's എടുത്തുകൊണ്ട് വന്നിട്ട് അതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് മാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ആക്ച്വലി ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കഴിക്കുന്നത് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂഡ് കുറവുള്ളതുപോലെ തോന്നിയത് കൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവും. ഈവൻ ഞാൻ തലേന്ന് ഇതിൻ്റെ ക്ലാസ് കണ്ടു, ഇന്ന് ഇതിൻ്റെ നോട്ട്സൊക്കെ നോക്കി. അത് മര്യാദയ്ക്ക് തറവായിട്ടൊന്നും നോക്കിയില്ല. ആദ്യം കുറച്ചൊക്കെ മര്യാദയ്ക്ക് വൃത്തിക്ക് നോക്കാൻ തുടങ്ങി. പിന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും ആകെ മടുത്തു. അതുകൊണ്ട് ഇങ്ങനെ ഉഴപ്പി വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് കാണാതെ ചെയ്യുമ്പോഴേക്കും എനിക്കൊരു തേങ്ങ അറിയുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ കൂടെ വട്ടായിരുന്നു ചെയ്ത്. പിന്നെ ഞാൻ നോട്ട്സ് ഒന്ന് മനസ്സിലാക്കാനെങ്കിലും വേണ്ടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചു, അതിൻ്റെ ഹെഡിങ്സ് മാത്രം. കാരണം ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് നോക്കിയ ഒരു ഐഡിയ കിട്ടുന്നില്ല. ശേഷം നമ്മൾ നേരെ ബ്രഷ് ചെയ്യാനും സ്കിൻ കെയർ ചെയ്യാനൊക്കെ ആയിട്ട് പോയി. കാരണം ഇനിയും കൂടുതൽ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിത്തം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കുക, അത് നടക്കുള്ളൂ. ഇനി ഇരുന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഈ രാത്രിയിലും ബ്രഷ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്. എൻ്റെ യൂട്യൂബിലെ ഷോർട്സൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഡെന്റൽ ക്ലിനിക്കിൽ കയറി ഇറങ്ങലാണ് എൻ്റെ പരിപാടി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്രഷിങ്ങും പരിപാടിയൊക്കെ. ഇനി നമുക്ക് ഉറങ്ങാൻ പോവാം. ഓക്കെ, നാളെ നേരത്തെ എണീക്കണം. ഡാർക്ക് സർക്കിൾസ് 11 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്ന എനിക്ക് ഡാർക്ക് സർക്കിൾസ്. അത് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നത്. ബിക്കോസ് എൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ കാണാം, ബൈ. ആൻഡ് ഗൈസ്, ദിസ് ഇസ് നെക്സ്റ്റ് ഡേ. ഞാൻ 2 മണി കഴിഞ്ഞപ്പോഴാണ് എണീക്കുന്നത്. ലൈക്ക് ഉച്ചയ്ക്കല്ല, വെളുപ്പിന്. നിങ്ങൾ വിചാരിക്കും ഈ കുട്ടിക്ക് എന്താ വയ്യേ? സാധാരണ ആൾക്കാർ 3 മണിക്കൊക്കെ എണീക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ തലേന്ന് എനിക്ക് ഒരു വക പോലും പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 2 മണിക്കൊക്കെ എണീറ്റത്. മാത്രമല്ല അത്ര ലേറ്റ് ആയിട്ടൊന്നുമല്ല നമ്മൾ കിടക്കാൻ പോയത്. പിന്നെ നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ തന്നെ മാത്സിന്റെ ഒരു ചെറിയ ടാസ്ക് ഉണ്ടായിരുന്നു. ഒരു 5-6 ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ള രീതിക്ക് ഒരു ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എനിക്കാണെങ്കിൽ നേരത്തെ എണീക്കുമ്പം ചില സമയങ്ങളിൽ നന്നായിട്ട് വിശക്കും. അതുകൊണ്ട് പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു ആപ്പിൾ
ആപ്പിൾ കഴിക്കാന്ന് വിചാരിച്ചു. അത് കട്ട് ചെയ്ത് കഴിക്കാൻ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് പല്ല് തേച്ചിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ പോയി ബ്രഷ് ചെയ്ത് വന്ന് അതോ കഴിച്ചിട്ട് പിന്നെ അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ആക്ച്വലി അറിയില്ല ഞാൻ എന്താ ഈ സമയം കൊണ്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയുടെ ഏതോ ഒരു പോർഷൻ പഠിക്കാനായിരിക്കും എൻ്റെ ഒരു പ്ലാൻ. കാരണം ഞാനിപ്പം ഈ ഇടയിട്ട് പഠിക്കുന്നത് ലൈക്ക് ലോങ് ടൈം ഒന്നും ഒരേ സാധനത്തിൽ കുത്തിയിരുന്ന് പഠിക്കുന്നില്ല. അതായത് പെട്ടെന്ന് മടുക്കുന്നുണ്ട്. ഭയങ്കര ഷോർട്ടാക്കിയാണ് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ ഒരു 8-10 പാർട്സ് ആക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം അങ്ങനെ വന്ന കെമിസ്ട്രിയിലെ ഏതോ ഒരു ചാപ്റ്ററിന്റെ 2 പേജ് ഒറ്റ പഠിക്കാനാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫുള്ള് പ്രൊഡക്റ്റീവ് ആവണം, തേങ്ങയാവണം, മാങ്ങയാവണം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ ഞാനിങ്ങനെ ഭയങ്കര വെളുപ്പിനെ 2 മണിക്കൊന്നും എണീക്കാറില്ല. ഇനിയിപ്പോൾ എണീറ്റാൽ തന്നെ ഞാൻ ഒരു നേരം വെളുക്കുന്ന സമയത്ത്, അതായത് ഒരു 6-7 മണിയാകുമ്പോഴേക്കും പിന്നെയും കിടന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ ഈ കെമിസ്ട്രിയുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ കാണുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് 6 ചാപ്റ്റേഴ്സ് ഒറ്റുണ്ട്. കഴിഞ്ഞ മോഡൽ എക്സാമിന് പോലും ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് തുറക്കാതെയാണ് പോയത്. ഇതിൻ്റെ അകത്തുള്ള 6 ചാപ്റ്റേഴ്സും എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നൊക്കെ നേരത്തെ എണീറ്റാലും മിക്കവാറും ഈ സമയമ്പോഴേക്കും പിന്നെയും കിടന്ന് ഉറങ്ങാറുണ്ട്. ബിക്കോസ് എനിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു സംഭവം ഇഷ്ടമാണ്. ഞാൻ വേറെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീറ്റിട്ട് പിന്നെ നേരെ വിളിക്കുന്ന സമയത്ത് കിടന്നുറങ്ങാന്ന്. ഇപ്പം ഞാനൊരു 1.5 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ടുണ്ട്. സാധാരണ അങ്ങനെയല്ല, അങ്ങോട്ട് കിടന്നുറങ്ങും. ഒരു 2-3 മണിക്കൂറൊക്കെ മിനിമം കിടന്നുറങ്ങലുണ്ട്. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാണ്ട് അതിന് വേണ്ടിയിട്ടാണ് എണീറ്റത്. എനിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല അവിടെ പോകാൻ. ക്ലാസ് ഒന്നും അല്ല, നമുക്ക് അഡ്മിറ്റ് കാർഡിൽ സൈൻ ചെയ്യാനൊക്കെ ആയിട്ടാണ്. പിന്നെ മാത്രമല്ല അതുകൂടാതെ ഇന്ന് തന്നെയാണ് നമ്മുടെ സ്കൂളിലെ ഫെയർവെല്ലും. പക്ഷേ ഫെയർവെല്ലിനൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. എനിക്ക് അതിനൊട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ആകെ വിചാരിക്കുന്നത് അവിടെ പോവുക, അഡ്മിറ്റ് കാർഡ് എടുക്കുക, സൈൻ ഇടുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വേഗം ചടപടയെന്ന് റെഡിയായി. കാരണം വേഗം പോയാൽ വേഗം വരാമല്ലോ. ഞാനാണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു വാച്ച് ആദ്യം ഇട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഫുൾ സ്ലീവ്സിന്റെ കൂടെ വാച്ച് ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷേ ആ വാച്ച് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇട്ടത്. പക്ഷെ എനിക്ക് എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. കാരണം അങ്ങനത്തെ ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഊരിയൊക്കെ നേടിച്ചു. ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യാൻ പോകണമെങ്കിൽ സ്പ്രേ ഒന്നും അടിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി. പിന്നെ സ്കൂൾ ഇവിടെ അടുത്തായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം. ഗൈസ്, നമ്മൾ സ്കൂളിൽ പോയി നേരെ ഓഫീസിൽ കയറി അഡ്മിറ്റ് കാർഡിൽ സൈൻ ഇട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത്ര ഉണ്ടായിട്ടുള്ളൂ. ഫെയർവെല്ലിൽ എന്താ ഏതാ ഒന്ന് കാണാനോ കേൾക്കാനോ ഒന്നിനും നിന്നില്ല. നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഗൈസ്, ഞാൻ വേറൊരു കാര്യം ഓർത്ത് ഹാപ്പിയാണ്. ഇപ്പോഴും കൂടെ കമൻറ്റ് ഇങ്ങനെ വന്നിട്ടുള്ളൂ. ലൈക്ക് ലോങ് വീഡിയോസ് ചോദിച്ച് ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങളങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കണത് തന്നെ. അല്ലെങ്കിൽ മടി പിടിച്ചങ്ങ് പോയേനെ. അപ്പം പ്രശ്നം മാറിയിട്ട് നമുക്ക് പഠിക്കാതിരിക്കാം. അങ്ങനെ നമ്മൾ പഠിക്കാതിരിക്കാൻ നേരത്തെ ഈ പഫ്സും കട്ട്ലേറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് നോട്ട്സ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അതും വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നോട്ട്സ് ചില്ലറൊന്നുമില്ല, കിടക്കാണ്, ലോഡ് കണക്കിന് കിടക്കാണ് പഠിക്കാൻ. ഇനിയും ഈ പെട്ടെന്ന് പഠിക്കുന്നവരാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ഇപ്പം എന്താ ചെയ്യുക? ഗൈസ്, ഞാൻ ആക്ച്വലി കുറേ ആയി ലോങ് വീഡിയോ ഇടണം ഇങ്ങനെ വിചാരിക്കുന്നു. കാരണം ജാനുവരിയിൽ ഏതോ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ മറ്റോ എടുത്ത വീഡിയോ എൻ്റെ ഇപ്പോഴും ഉണ്ട്. അതിനാണെങ്കിൽ വോയിസ് ഓവർ മാത്രം കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് എന്തോ ഇനിയിപ്പോൾ ഇത്രയും ലേറ്റായി അതിന് ഇടണ്ട എന്നുള്ളൊരു ഇതാണ്. മാത്രമല്ല അത് അങ്ങനെ ഭയങ്കര സ്റ്റഡി വ്ളോഗ് ആയിട്ട് കാര്യങ്ങളൊന്നുമല്ല, എന്നൊരു പ്രൊഡക്റ്റീവ് വ്ളോഗാണ് താനും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ആൾക്കാരൊക്കെ വന്ന് ആകെ തിരക്കായി ബഹളായി വേറെ ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് യൂട്യൂബ് ഷോർട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ എപ്പോൾ ഷോർട്സ് ഇട്ടാലും ഇപ്പോൾ ആൾക്കാർ ചോദിക്കലുണ്ട് ലോങ് വീഡിയോസ് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ പെട്ടെന്ന് വോയിസ് ഓവർ കൊടുത്ത് ഇടുന്നത്. അങ്ങനെ നമ്മൾ വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ ബ്രേക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും സമയം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് അത്. ഒരു ട്രൈപോഡായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ എപ്പോഴും റിംഗ് ലൈറ്റ് ഉള്ളൊരു പൊട്ട ട്രൈപോഡാണ് മേടിച്ചുകൊണ്ടിരുന്നത് പണ്ടൊക്കെ. മീഷോന്നായിരുന്നു മേടിക്കല്. അതാണ് ഈ കൊണ്ടുവന്ന 2ാമത്തെ ദിവസം അതിന്റെ പരിപ്പാടാവും. അത് മാത്രമല്ല വീട്ടിൽ എൻ്റെ അമ്മയും കൂടെ കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് നമുക്ക് 2 പേർക്കും ഒരു ട്രൈപോഡ് നിർബന്ധമാണ്. പിന്നെ അതൊക്കെ അൺബോക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരെ പോയി തലയിൽ കുറെ എണ്ണ അങ്ങോട്ട് കമത്തി. എണ്ണ തേച്ചിട്ട് എന്തായാലും ഒരു 1/2 മണിക്കൂർ മിനിമം വെയിറ്റ് ചെയ്യണം. പിന്നെ ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിച്ചിട്ട് ബാക്കി മാത്സ് കുറച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. മാത്സിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതായത് അതിൻ്റെ ആൻസറും ഡീറ്റെയിൽസും ഒക്കെ നമ്മളെ മുന്നിലുണ്ടാവും. എന്നിട്ടും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേളിൽ കിടന്ന് കുറേ സമയം കളയും. അവസാനം മടുത്തിട്ട് എടുത്ത് അടച്ചു വെച്ചിട്ട് ഇനിയിപ്പോൾ പിറ്റേ ദിവസം നമ്മൾ മാത്സ് എടുക്കുകയാണെങ്കിൽ
ആ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടുകയും ചെയ്യും. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിവിടെ പറഞ്ഞത്. ലൈക്ക് അത് കുറച്ച് വിയേർഡായിട്ട് എനിക്ക് തോന്നി. കാരണം അന്ന് നോക്കിയിട്ട് കിട്ടിയില്ല, ഇന്ന് നോക്കിയിട്ട് കിട്ടും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. പിന്നെ ചില സമയത്തൊക്കെ മാത്സിന്റെ എത്ര വൃത്തിക്ക് ഒരു ആൻസർ തന്നാലും എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നാലും ഈവൻ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. പിന്നെ അതൊക്കെ കുറച്ചൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പോയി കുളിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ കുറെ നേരം സ്പെൻഡ് ചെയ്തു, പക്ഷെ കുറച്ചേ ചെയ്യൽ നടന്നുള്ളൂ. കാരണം ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പിന്നെ കുളിച്ചോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്കിൻ കെയർ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നു, പിന്നെ സിറം തേക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു ഡ്രോപ്പ് വീണിന് ഇത്രയും എക്സ്പ്രഷൻ ഇടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിറം തീരാറായി ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കണതാ. അതായത് ഒരു ഇത്തിരി ഉള്ളൂ അതിൻ്റെ അകത്ത്. ആൻഡ് അതേ സിറം ആണെങ്കിൽ ഇവിടെ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമാണ് ആ ഡ്രോപ്പ് പോയപ്പോൾ എൻ്റെ മുഖത്ത് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ സ്കിൻ കെയറും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇരുന്ന് പഠിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പോലും നിന്നില്ല. നേരെ പോയി കിടന്നുറങ്ങുക എന്നുള്ളൊരൊറ്റ മൈൻഡിലായിരുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ശരി എന്നാ.